40 വർഷം ജമാഅത്തിൽ സേവനം ചെയ്ത 20 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു പണ്ഡിത വരേണ്യനായിരുന്നു മർഹൂം ഖത്തീബ് എ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും നാട്ടുകാരുമൊക്കെയായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലാണ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കാൻ എല്ലാ തിരക്കുകൾക്കുമിടയിൽ KC വേണുഗോപാൽ എന്ന ദേശീയ നേതാവ് ഓടിയെത്തി. സ്നേഹപൂർവ്വം ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഒരുപാട് നാട്ടുകാരും ചെറുപ്പക്കാരും ആഹ്ലാദത്തോടെ ആവേശത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. സാധാരണ ഇത്തരം നേതാക്കൾ വരുമ്പോൾ സദസ്സിലുണ്ടാവുക പാർട്ടിക്കാരായ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന അവരുടെ അനുയായി വൃന്ദമാണെങ്കിൽ നാട്ടുകാരായ നാടൻ മനുഷ്യരാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. ആ ചടങ്ങിൽ അദ്ദേഹം താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയുണ്ടായി. കൂടാതെ ആ വീട് നൽകിയ വൃദ്ധയായ മാതാവിനെയും ചെറുമക്കളെയും ഏറ്റവും സ്നേഹപൂർവ്വം ചേർത്ത് പിടിച്ച് അദ്ദേഹം മടങ്ങിയ ആ വേദിയിൽ വെച്ച് ആദ്യം പ്രാർത്ഥനാഗീതമായി ചൊല്ലിയത് സൂറത്തുൽ ഫാത്തിഹയുടെ ആ മനോഹരമായ കാവ്യാത്മകമായ പാട്ടായിരുന്നു. പിന്നീട് അവിടെ അഷ്ഫിയ അൻവർ എന്ന കുട്ടി ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകം പാടി കേരളത്തിലെ പൊതുസാമൂഹ്യ മണ്ഡലത്തിൽ ഇടം നേടിയ ആ മകളും അസ്നാ നിസാം എന്ന മറ്റൊരു മകളും ഉണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് ആലം ദയാലുവാം എന്ന ആ പാട്ടിന് ശേഷം അഷ്ഫിയ അൻവർ ദൈവദശകവും പാടി. കുഴപ്പമുണ്ടോ? ഇത് കേരളമാണ്, മനുഷ്യരൊന്നായി ജീവിക്കുന്ന കേരളം. ഈ ചടങ്ങിന് സാക്ഷിയാകാൻ നാനാജാതി മതസ്ഥരും സദസ്സിലുണ്ടായിരുന്നു എന്നത് മറ്റൊരു പ്രത്യേകത. അകറ്റാനാവില്ല ഇവിടുത്തെ മനുഷ്യരെ, മുറിക്കാനാവില്ല ഈ ബന്ധങ്ങളെ. ദൈവമേ കൈവിടാതെങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പാദം സ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതുമൊഴിയും ഓർക്കേ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങോ
ജയിക്കുക ജയിക്കുക മഹാ